വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് തന്നെ കണ്ടിട്ടും എന്താണ് പ്രതികരിക്കാത്തത്, അവൻ്റെ പ്ലാൻ എന്തായിരിക്കും, ഇനി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുന്നുണ്ട്. അത് പിന്നെ വിഷ്ണുവേട്ടനും ശാലിനിയും തമ്മിൽ ഒട്ടും എന്തായാലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി അവൻ്റെ പ്ലാൻ എന്താണെന്ന് നോക്കാം എന്നൊക്കെ അങ്ങ് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് സുസ്മിത. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് സുസ്മിത ഉമ്മറത്തേക്ക് വരുമ്പോൾ അവിടെ സത്യഭാമ എങ്ങനെ ചാരുകസേലയിൽ ഇരിക്കുകയാണ്. ഫ്രണ്ടിൽ വിഷ്ണുവുമുണ്ട്, ശാലിനിയുമുണ്ട്, രോഹിത്തുമുണ്ട്. തുടർന്ന് രോഹിത്തിനെ കണ്ട് ആകെ അങ്ങ് പരിഭ്രമിക്കുകയാണ് സുസ്മിത. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, അപ്പോൾ അതാണ് രോഹിത്തിൻ്റെ കഥ. പ്രേമിച്ച പെണ്ണ് ചതിച്ചു, നിശ്ചയം മുടങ്ങിയതിൽ അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചു. ആ പെൺകുട്ടി ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ നാട്ടിൽ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത ആകെ പേടിക്കുന്നുണ്ട്, ഇവൻ ഇനി എൻ്റെ പേര് പറയുമോ എന്നൊക്കെ. അന്നേരം ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വെച്ച് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, അവളെ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. തുടർന്ന് അവളുടെ പേരെന്താന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത എന്നല്ലാതെ വേറെ ഏതു പേരെങ്കിലും പറയണേ എന്നങ്ങ് സുസ്മിത പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് സുസ്മിത എന്ന് തന്നെ രോഹിത് പറയുന്നുണ്ട്. അന്നേരം ഇവൻ മുന്നിൽ ഞാൻ നിന്നിട്ട് ഇവനെന്താ കണ്ണുപൊട്ടനാണോ, എന്താ എന്നെ കാട്ടിക്കൊടുക്കാത്തത് എന്നൊക്കെ സുസ്മിത അങ്ങ് ചിന്തിച്ചു കൂട്ടിട്ടുണ്ട്. അന്നേരമൊക്കെ അടക്കി അങ്ങ് ചിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, അപ്പോൾ സുസ്മിതയെ കണ്ടെത്തുന്നത് വരെ രോഹിത്തിന് എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന്. അന്നേരം ഇവിടെ ഡ്രൈവറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അയാൾ മുമ്പൊരാൾ ഉണ്ടായിരുന്നു, അയാൾ വരുമ്പോൾ മാറിക്കൊടുക്കണം എന്ന് സത്യഭാമ പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ കണ്ടെത്തിയാൽ എന്താണ് രോഹിത്തിൻ്റെ പ്ലാൻ എന്ന് സത്യഭാമ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം അവളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണം എന്ന് രോഹിത് പറയുമ്പോൾ ആ വഞ്ചകി എന്തിനാണ് വിവാഹം കഴിക്കുന്നത്, തൻ്റെ ജീവിതം താൻ നശിപ്പിക്കാൻ പോവുകയാണോ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്ത് കാരണം കൊണ്ടാണ് അവൾ എന്നെ ഉപേക്ഷിച്ചത്, തിളങ്ങുന്ന ആഭരണങ്ങളും പട്ടുകുപ്പായങ്ങളും മാത്രമല്ല ജീവിതം, എൻ്റെ കൂടെ ജീവിച്ച് എൻ്റെ കൂടെ നിന്ന് കുറ്റങ്ങളും കുറവുകളും ഒക്കെ സഹിച്ച് അവളെ ഒരു സാധാരണ സ്ത്രീയായിട്ട് ഞാൻ കൂടെ ജീവിപ്പിക്കും. അങ്ങനെ പാവപ്പെട്ട ആണുങ്ങളെ ചതിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു ശിക്ഷയായിരിക്കണം, അതാണ് അവൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് രോഹിത് പറയുകയാണ്. അന്നേരം നടന്നത് തന്നെ എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട്. അതും ശരി തന്നെയാണ്, അപ്പോൾ നീ സുസ്മിതയെ കണ്ടുപിടിച്ചുകൊണ്ട് വാ, അവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം, പക്ഷേ അവൾ നിന്നെ ചതിച്ചു എന്നുള്ളതിന് എനിക്ക് തെളിവ് വേണം എന്ന് സത്യഭാമ പറയുകയാണ്. അന്നേരം ആൻറ്റിക്ക് ഇത് എന്തിൻ്റെ കേടാന്നൊക്കെ സുസ്മിത കരുതുന്നുണ്ട്. തുടർന്ന് ശാലിനിയും പറയുകയാണ്, ആ വഞ്ചകയ്ക്കുള്ള ശിക്ഷ അത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സുസ്മിത എന്ന് ഇടം കണ്ണിട്ട് ശാലിനി നോക്കുന്നുണ്ട്. അന്നേരം പൂച്ച എലിയിട്ട് തട്ടുന്നത് പോലെ സജീവമായ പ്ലാനിലാണ് രണ്ടും കൂടി എന്നെ തേച്ചൊട്ടിക്കാനായിട്ടെന്നൊക്കെ സുസ്മിത കരുതുകയാണ്. അന്നേരം അത് തന്നെയാടി എൻ്റെ ലക്ഷ്യം, നീയും അങ്ങനെ കുറെ എന്നെ ഇട്ട് തട്ടിയതല്ലേ എന്ന് ശാലിനിയും മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, പക്ഷേ അമ്മ ഒരു കുഴപ്പമുണ്ട്, രോഹിത് ഈ നാട്ടിൽ വന്നതറിഞ്ഞ് രോഹിത്തിനെ നേരിടാനായിട്ട് സുസ്മിത കുറേ ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട്, രോഹിത്തിൻ്റെ ജീവന് പോലും ഇപ്പോൾ അത് ഭീഷണിയാണെന്ന് പറയുന്നു. അന്നേരം അത്രയ്ക്ക് വലിയ ആളാണോ അവൾ, എങ്കിൽ അവളിനെ സത്യഭാമയോട് എതിരിടട്ടെ, രോഹിത്തിന് ഇവിടെ താമസിക്കാം, സത്യഭാമ ആരാണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ കീ രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങിക്കോ എന്ന് ഭാമ പറയുകയാണ്. തുടർന്ന് ആ താക്കോലിങ്ങനെ തൊട്ട് വണങ്ങുകയൊക്കെ ചെയ്തിട്ട് കാറൊന്ന് കഴുകിയിടാം, എന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചുകൊണ്ട് വരാൻ സത്യാമ്മയെന്ന് പറയുകയാണ്. അന്നേരം അത് സത്യഭാമ ശരി വെക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെയും ശാലിനിയെയും രോഹിത് നോക്കുമ്പോൾ വിഷ്ണു കണ്ണുകൊണ്ട് ഇങ്ങനെ പൊക്കിയോ എന്ന് കാണിക്കുകയാണ്. അന്നേരവും ആകെ അന്തം വിട്ട് പരിഭ്രമിച്ചങ്ങ് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് രോഹിത് വണ്ടിയൊക്കെ കഴുകുന്നത് നോക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ സുസ്മിത അത് ആരാ ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ പുതിയ ഡ്രൈവറാണ്, വിഷ്ണുവിൻ്റെ പരിചയത്തിലുള്ളതാണ് എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം വിശ്വസിക്കാൻ പറ്റാവുന്ന ആണല്ലോ എന്നൊക്കെ സുസ്മിത തിരക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, എനിക്കിന്ന് വൈകിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, 7 മണിക്കാണ് എന്നൊക്കെ. അന്നേരം എങ്കിൽ ആൻറ്റിയും കൂടി വരാമെന്ന് സത്യഭാമ പറയുമ്പോൾ ആൻറ്റി എന്തിനാ വിളിക്കാത്ത ഫംഗ്ഷനൊക്കെ വരുന്നത്, മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ അടിച്ചുപൊളി ടീമാണ്, ആൻറ്റിക്കത് ബോറടിക്കും എന്ന് പറയുകയാണ്. എങ്കിൽ വിഷ്ണുവിനെ കൂടി വിടാമെന്ന് പറയുമ്പോൾ വിഷ്ണുവേട്ടൻ ഒരു ഡ്രൈവറായിട്ട് വരുന്നത് മോശമല്ലേ, നമുക്കിപ്പോൾ ഒരു പുതിയ ഡ്രൈവർ ഉണ്ടല്ലോ, അയാളുടെ കൂടെ അയച്ചാൽ മതി എന്ന് സുസ്മിത പറയുകയാണ്. ഇനി സുസ്മിത എന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു. തുടർന്ന് രോഹിതിനെ നോക്കി സുസ്മിത മനസ്സിൽ പറയുന്നുണ്ട്, ഫാമാൻറ്റിക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, നീ പാവമാണോ അല്ലയോ എന്ന്, നേരം ഒന്ന് ഇരുട്ടിക്കോട്ടെ എന്ന് മനസ്സിൽ സുസ്മിത പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാത്രി രോഹിത് സുസ്മിതയും കൂട്ടി കാറിൽ പോവുകയാണ്. അന്നേരം എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ മുന്നോട്ട് തന്നെ പോട്ടെ, പള്ളവും തിരിവൊക്കെ എത്തുമ്പോൾ ഞാൻ പറയാം എന്ന് ദേഷ്യത്തോടെ സുസ്മിത പറയുകയാണ്. അന്നേരം നീ എന്താ എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണോ, കുറേ നേരമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെടുകയാണ്. അന്നേരം നീ എന്നോ, സത്യഭാമയുടെ വീട്ടിലെ മകളാണ് ഞാൻ, അപ്പം എന്നെ നീ കൊച്ചമ്മ അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കണം എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം ആകെ ദേഷ്യപ്പെട്ട് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുകയാണ് രോഹിത്. അന്നേരം സുസ്മിതയുടെ നെറ്റിയ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇടിക്കുന്നുണ്ട്. തുടർന്ന്
തുടർന്ന് ദേഷ്യത്തോടു കൂടി കാറിൽ നിന്നും ഇറങ്ങി സുസ്മിതയെ വലിച്ചിറക്കുകയാണ് വെളിയിലോട്ട് രോഹിത്. എന്നിട്ട് അന്നേരം നീ എന്താ ചെയ്യാൻ പോകുന്നത്, വിടടാ രോഹിത്തെ എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം അടങ്ങി നിൽക്കടി എന്നും പറഞ്ഞ് രോഹിത് സുസ്മിതയെ അടിക്കാനായിട്ട് കൈ വാങ്ങുന്നുണ്ട്. അന്നേരം അടി കൊണ്ടുവന്ന രീതിയിൽ കൈവച്ച് തടുക്കുകയാണ് സുസ്മിത. പക്ഷേ രോഹിത് അടിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ല ഞാനിവിടെ വെച്ച് നിന്നെ എന്തെങ്കിലും ചെയ്താൽ, പക്ഷെ എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. ഇപ്പോൾ നിനക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ്. പണ്ട് പ്രേമിച്ചു നടന്ന കാലങ്ങളൊക്കെ നീ ഓർക്കുന്നുണ്ടോ? പല പല സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായതാണ്. പക്ഷെ അതിര് വിട്ട് ഞാൻ നിന്നോട് ഒന്നും പെരുമാറിയിട്ടില്ല. അങ്ങനെ ചെയ്യാത്തതാണ് ഞാനിപ്പോൾ ചെയ്ത തെറ്റ്. അങ്ങനെ അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നിൻ്റെ പിറകെ നടക്കുന്നത് പോലെ നീ വയറും വീർപ്പിച്ചുകൊണ്ട് എൻ്റെ പിറകെ നടന്നേനെ എന്ന് പറഞ്ഞങ്ങ് ആകെ ദേഷ്യപ്പെടുകയാണ് രോഹിത്. തുടർന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് പോയതെന്ന് എനിക്കറിയണമെന്ന്. അന്നേരം അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അന്ന് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം തീർന്നപ്പോൾ ഞാനങ്ങ് ഉപേക്ഷിച്ചു എന്ന്. അന്നേരം എന്നാകുകയാണ് രോഹിത്. തുടർന്ന് സത്യഭാമയുടെ മകന് വേണ്ടിയല്ലേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്ന് രോഹിത് ചോദിക്കുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ പ്രേമിച്ച് നടന്നത്, എൻ്റെ പിന്നാലെ നടന്നതും പാർക്കിലും ബീച്ചിലും ഒക്കെ എൻ്റെ കൂടെ വന്നത് എന്തിനാണ് എന്ന് വീണ്ടും രോഹിത് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഉത്തരം സിമ്പിൾ അല്ലേ എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം അതിന് പകരമായിട്ട് എൻ്റെ അച്ഛൻ്റെ ജീവനാണ് എനിക്ക് പകരമായിട്ട് കൊടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് രോഹിത് ആകെ അങ്ങ് ഇമോഷണൽ ആകുന്നുണ്ട്. തുടർന്ന് തൻ്റെ ഭാഗത്തെ ന്യായങ്ങളൊക്കെ സുസ്മിത രോഹിത്തിൻ്റെ മുന്നിൽ നിരത്തുകയാണ്. രോഹിത്തിന് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, ഒരു സ്കൂൾ ടീച്ചറോ നേഴ്സോ ഒക്കെ ആയിരിക്കും രോഹിത്തിന് ഇണങ്ങുന്നത്. ഞാൻ കൂടി സഹായിക്കാം ഒരു പെണ്ണിനെ കണ്ടെത്താനായിട്ട് എന്ന് പറയുകയാണ്. പിന്നീട് സുസ്മിത പറയുന്നുണ്ട്, ഇപ്പോൾ അച്ഛൻ മരിച്ചു എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ അച്ഛനാണ് മരിച്ചതെങ്കിൽ അത് മനസ്സിലാക്കാം. ആ പെൺകുട്ടിക്ക് വേറെ വിവാഹം നടക്കില്ലല്ലോ. ഇതിപ്പോൾ ആൺകുട്ടിയുടെ അച്ഛനല്ലേ മരിച്ചത്, അതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം എനിക്ക് നിന്നെ മാത്രം മതിയെങ്കിലോ എന്ന് രോഹിത് വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്നേരം അത് നടക്കില്ല എന്ന് സുസ്മിത പറയുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, നീ സത്യഭാമയുടെ മുമ്പിൽ എന്നെ കാട്ടിക്കൊടുക്കാത്തതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. നീ ഇപ്പോൾ സത്യഭാമയുടെ വീട്ടിലെ ഡ്രൈവറാണ്, താമസവും അവിടെ തന്നെ. അപ്പോൾ പിന്നെ അവരുടെ നിരീക്ഷണത്തിലായിരിക്കും നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് സുസ്മിത രോഹിതിനോട് പറയുന്നുണ്ട്. ബദ്ധവൈരിയായ നിന്നോടൊപ്പം ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വരാനായിട്ട് ഈ സുസ്മിത അത്ര മണ്ടിയൊന്നുമല്ല. ഇത് പറയാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. ഇത് സത്യമ്മയുടെ വീട്ടിലെ നിന്റെ അവസാനത്തെ രാത്രിയായിരിക്കണം, അല്ലെങ്കിൽ നീ എനിക്കിതിലായിട്ടുള്ള തെളിവുകളും കൊണ്ടുവാ. ഇത്രയും പറയാനാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. ഇനി നമുക്ക് പോകാം എന്ന് സുസ്മിത പറയുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. താങ്ക് യു.